പോലീസ് സ്റ്റേഷനല്ലേ? മനുഷ്യരോടും മൃഗങ്ങളെക്കാളും മോശമായിട്ട് പെരുമാറും. പുസ്തകം പിടിക്കേണ്ട കുരുന്ന് കൈകളിൽ പിച്ചപാത്രം പിടിപ്പിച്ച കൈയല്ലട ഇത്. അമ്മയുടെ മടി കിടന്നുറങ്ങേണ്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്ന. അയ്യോ എന്റെ പൊന്നനിയ, അണ്ണനെ ഒന്നും ചെയ്യല്ലേ. അണ്ണന്റെ ബാഡിയിൽ ഇനി എല്ലുകളൊന്നും ഓടിയായില്ല. ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ ഇനി അണ്ണനെയും കൂട്ടേണ്ടി വരുമോ? എന്തിനാ ഇങ്ങനെ നോക്കണത്? ഈ ബോഡിയിൽ അടിച്ചു പൊട്ടിക്കാൻ അണ്ണന്റെ തല മാത്രമേ ബാക്കിയുള്ളൂ. സാറേ, സല്യൂട്ട് അടിക്കാൻ പറ്റാത്തോന്ന് വിചാരിക്കല്ലേ. അണ്ണന്റെ കൈ പൊക്കാൻ പറ്റത്തോണ്ടാ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ജീപ്പിൽ കയറ്റാതെ ആംബുലൻസിൽ കൊണ്ടുവയ്ക്കൂടെ? മരിക്കുന്നവരെ ജയിലിൽ കിടക്കാനുള്ള ഒരു ഇത്രയും റിസ്ക് എടുത്ത് ഇവരെല്ലാം രക്ഷിച്ചതിന് കൺഗ്രാറ്റ്സ്. ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല, നിങ്ങൾ ചെയ്യേണ്ട ജോലിയാ. ഞങ്ങളോ? യെസ്, മീഡിയ. റോഡിലൂടെ ഒരു ദിവസം മിനിസ്റ്റേഴ്സും മീഡിയാസും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അതേ റോഡിൽ ഭിക്ഷ എടുക്കുന്ന കൊച്ചുകുട്ടികളെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അവരെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാറുണ്ടോ? TRP റേറ്റിംഗിന് വേണ്ടി അമിതാഭ് ബച്ചന്റെ ചെറുമകളുടെ പേരെന്താണെന്ന് അറിയാൻ SMS കോൺടെസ്റ്റ് നടത്താറില്ലേ നിങ്ങൾ? സൂപ്പർ സ്റ്റാറുകളുടെ 8 നിലയിൽ പൊട്ടിയ സിനിമകളുടെ ആൾക്കാരെ വിളിച്ചുകൂട്ടി ടോക്ക് ഷോ നടത്തി ചിരിച്ചുല്ലസിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഇവർ ഓർക്കാറുണ്ടോ? മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്. നോക്കൂ, സ്വയം പുകഴ്ത്തൽ ആഗ്രഹിക്കാത്ത, സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ബന്ധമില്ലാത്ത വ്യക്തിക്ക് പോലും അസുഖമാണെന്ന് അറിയുമ്പോൾ കാശ് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. ഇവരുടെ കാര്യങ്ങൾ അവരെ അറിയിക്കുക. ഇവരെ രക്ഷിക്കാനുള്ള വഴികളെ കുറിച്ച്, അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുക പ്ലീസ്. ഹീറോ ഈ ചേട്ടൻ തന്നെയാ. നമ്മൾ ലിക്കർ മാഫിയ, ഡ്രഗ് മാഫിയ എന്നിവയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഭയാനകമാണ് ഇവിടുത്തെ ഹ്യൂമൻ മാഫിയ. ഈ മാഫിയയെ ഇല്ലാതാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ചെറി എന്ന ചെറുപ്പക്കാരൻ. ചെറിക്ക് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും നിരവധി ആളുകൾ അഭിനന്ദനം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എനിക്കുള്ളതാ. എന്തിനു നിർത്തിക്കളഞ്ഞ്? നാണമായിട്ടാ. ജിലേബി നാണിച്ച എന്തിനു സൗന്ദര്യ. ഓ, എന്താ പെട്ടെന്നൊരു വിസിറ്റ്? ഒന്നുമില്ല, ചെറിയ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. കുറെ അനാഥ കുട്ടികൾക്ക് അവൻ ലൈഫ് കൊടുത്തു. അവൻ നല്ലവനാ. അമ്മാവൻ ഞങ്ങളെ ഒന്നിപ്പിക്കണം. ഇവളെന്റെ പുകണ്ടേ അടങ്ങും. പ്ലീസ് മോളെ, ഇതിനൊരു മീഡിയേറ്റർ എന്തിനാ? നിനക്ക് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ? അവൻ ആളൊരു ടൈപ്പാ, പെട്ടെന്ന് മനസ്സ് മാറിക്കളയും. എനിക്ക് കുറച്ച് ഈഗോ കൂടുതലാ. അവനെ കൊണ്ട് എന്നൊന്ന് പറയിച്ചൂടെ? നിന്റെ ഈഗോ ഞാൻ ശരിയാക്കി തരാടി കൊച്ചു കള്ളി. നിനക്ക് ഈഗോ, എനിക്കാണെങ്കിൽ പേടി, അവരഹങ്കാരം. നീ ഒരു കാര്യം ചെയ്യൂ കൊച്ചേ, ഈ പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ മറന്നേക്ക്. ജിലേബി, എന്താ മോളെ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യാം മോളെ. ചെറി, ചെറി, ഈ അമ്മാവനെ നിനക്ക് ഇഷ്ടമല്ലേടാ? അമ്മാവന് വേണ്ടി ഞാൻ പ്രേമം പോലും ഉപേക്ഷിച്ചില്ല. വേണ്ട, ഇന്ന് തന്നെ നീ അപ്പടിനോട് ഇഷ്ടമാണെന്ന് പറയണം. എന്താ അമ്മാവത്? തോന്നുമ്പോ കണക്ട് ചെയ്യാനും അല്ലാത്തപ്പോ കട്ട് ചെയ്യാനും ഇതെന്താ ഇന്റർനെറ്റാ? എന്റെ ഹാർട്ടാ. വാജപാടി നിർത്തറ. നീ ഏതോ അനാഥപ്പിള്ളരെ രക്ഷിച്ചത് അവൾ അറിഞ്ഞു. അപ്പൊ തൊട്ട് നിന്നോടുള്ള ദേഷ്യം മാറിയെന്ന്. വന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവളുടെ സിമ്പതിയും കോപ്പൊന്നും എനിക്ക് വേണ്ട. അവളുമായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് മതി എനിക്ക്. പിന്നെ എന്ത് കോപ്പ് കണ്ടിട്ടാ നിന്നെ ഇഷ്ടപ്പെടേണ്ടത്? നീ ആര്, എബ്രഹാം ലിങ്കനാ അതോ ബിൽ ക്ലിന്റനാ? എന്റെ മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാവടാ. ശരി, എനിക്ക് കുറച്ച് ഈഗോ കൂടുതലാ. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ഈഗോ കൂടുതലാണെന്ന്? അപ്പൊ ഞങ്ങൾ സംസാരിക്കണം, നീ കേട്ടാ? ഇല്ല. എന്ത്? ഇതേ ഡയലോഗ് അവള് പറഞ്ഞല്ലോ. സാധാരണക്കാരായ നമുക്ക് എന്തിനാ ഈഗോ? പോയി പറ. നോക്ക്, നമ്മൾ താന്നു കൊടുക്കണ്ട. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. തല്ലി പരിപ്പെടുക്കടാ. എടുക്കട്ടെ. എന്റെ ശവം കണ്ട നീ അടങ്ങും. വെറുതെ കൊതിപ്പിക്കല്ലേ. എന്തിനാ ഇങ്ങനെ വെട്ടി വിളിച്ച് കരയുന്നേ? ഇവിടെ ഇരുന്ന് കരയാൻ നിന്റെ ഓശാരം വേണോടാ? ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കരഞ്ഞോട്ടേടാ. എന്നാ പണി നടക്കട്ടെ. പോടാ പുല്ലേ. ഈ ചെറിയ കൊലയ്ക്ക് കൊടുക്കും. എന്റെ അമ്മോ, ഇവളും ഇവനും കൂടി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.